ഹായ്, ഞാൻ ഡോക്ടർ ഗൗരി, പെത്തോളജിസ്റ്റ് ഡയറക്ടർ ഡെയിൻ ഡയഗ്നോസ്റ്റിക്സ്. ഒരു ലാബ് നല്ല ലാബാണെന്ന് പറയണത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം? നമുക്കറിയില്ലല്ലോ ലാബുകൾ എങ്ങനെയാണെന്നൊക്കെ. ഒന്ന്, അവിടുത്തെ റിസൾട്ട് കൃത്യതയുള്ളതായിരിക്കണം, സമയബന്ധിതമായിട്ട് നമുക്ക് തരണം. രണ്ട്, ഡോക്ടർമാർ റൺ ചെയ്യണ ലാബാവണം കഴിയണതും, അല്ലെങ്കിൽ ഡോക്ടർമാരുടെ സൂപ്പർവിഷൻ ഉണ്ടാവണം. കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ തന്നെ നമുക്കൊരു ചെസ്റ്റ് പെയിൻ വന്നു, അല്ലെങ്കിൽ നമുക്കൊരു വയറുവേദനയുണ്ട്. ചെസ്റ്റ് പെയിൻ ആണെങ്കിൽ നമ്മൾ ഏത് ഏജിലാണെങ്കിലും നമ്മൾ പോയിട്ട് ആരെ കാണും? കാർഡിയോളജിസ്റ്റിനെ കാണും. അത് വയറുവേദനയാണെങ്കിൽ നമ്മൾ ഗ്യാസ്ട്രോയിനെ കാണാം. തലവേദനയോ തലകറക്കമോ അങ്ങനെ എന്തായാലും നമ്മൾ തേടി പിടിച്ചിട്ട് നമ്മൾ ആരെ കാണും? ന്യൂറോളജിസ്റ്റിനെ കാണും. അതുമാതിരി തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ലാബിനെ പറ്റിയിട്ടും നമ്മൾ അറിഞ്ഞിരിക്കുക എന്ന്. പിന്നെ അയക്കുന്ന ടെസ്റ്റുകൾ, അവർ ബ്ലഡ് എടുത്ത് ചെയ്യുന്ന ടെസ്റ്റുകൾ ഒരുവിധം എല്ലാം അവിടെ തന്നെ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ച് ഉറപ്പ് വരുത്തണം. അതല്ല അവർ പുറത്തേക്ക് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഏത് ലാബിലേക്കാണ് നിങ്ങൾ കൊടുത്തു വിടുന്നത്, അതെങ്ങനെയാണ് അവർ കൊണ്ടുപോകണത് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് ചോദിച്ചറിയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുമ്പുള്ളൊരു വീഡിയോയിൽ പറഞ്ഞു, ടെമ്പറേച്ചർ മെയിൻ്റനൻസ്. എപ്പോൾ ബ്ലഡ് എടുത്താലും 2 to 8 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നമ്മൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. സപ്പോസ് നമ്മൾ വീട്ടിലൊക്കെ പോയി ബ്ലഡ് എടുത്ത് വരുമ്പോൾ ആ ബ്ലഡ് കൃത്യമായ റിസൾട്ട് തരണമെന്നുണ്ടെങ്കിൽ അത് ഐസ് പാക്കൊക്കെ ഇട്ട് 2 to 8 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വരണം. ചില ടെസ്റ്റുകൾ നമ്മൾക്ക് എല്ലാ ടെസ്റ്റുകളും എല്ലാ ലാബിലും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ചിലതൊക്കെ നമ്മൾ വേറെ കൊടുത്തു വിടും. ആ കൊടുത്തു വിടുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ അത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻഡ് ആയിട്ടാണോ പോകണത് എന്ന് നമ്മൾ നോക്കി ഉറപ്പ് വരുത്തണം. അതുമാതിരി തന്നെ അതിൻ്റെ റിസൾട്ടും കൃത്യതയുള്ളതാണ് എന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കുകയും വേണം. ടെക്നീഷ്യൻസൊക്കെ നല്ല എഡ്യൂക്കേറ്റഡ് ആയ ടെക്നീഷ്യൻസ് ആണോ എന്നും അവരെല്ലാം അറിയണതാണെന്നും. ഇൻറ്റേർണൽ ക്വാളിറ്റി കൺട്രോൾ, ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്താണ് ഇൻറ്റേർണൽ ക്വാളിറ്റി കൺട്രോൾ, അതൊക്കെ ചെയ്യുന്നുണ്ടോ എന്നും എക്സ്റ്റേണൽ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഉറപ്പ് വരുത്തുക. അതെല്ലാം ഉള്ളൊരു ലാബിനെയാണ് നമ്മൾ ഒരു നല്ല ലാബ് എന്ന് പറയുക. താങ്ക് യു. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ ഷെയർ ചെയ്യൂ. താങ്ക് യു.